ഹലോ ഡോക്ടർ, ഞാൻ തന്നെയാണ് കണ്ടിന്യൂ. ആയോ നിങ്ങൾക്ക്? No, ma'am. നമുക്ക് എക്യുപ്മെന്റ്സ് അങ്ങനെ കുറച്ചും കൂടി ഉണ്ട്, നമുക്കൊന്ന് നോക്കാം, ചെക്ക് നോക്കാം. അപ്പൊ നമ്മള് സ്കാനിന്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലെ. എക്സ്റേയും CT സ്കാനും MRI സ്കാനും എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തു. ഇനിയുള്ളത് ഓട്ടോക്ലേവ്. നിങ്ങൾ മിക്കവാറും അതും പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഓട്ടോക്ലേവ് പ്രധാനമായിട്ട് എവിടെയാണ്, ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾ പഠിച്ചത്? CSD അല്ലെ, CSD നിങ്ങൾ ഓട്ടോക്ലേവിനെ കുറിച്ചിട്ട് സ്റ്റെറിലൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്. ആ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചതാണ്. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണുവിമുക്തമാക്കാനായിട്ട് അല്ലെ, അത് ഏതെങ്കിലും എക്യുപ്മെന്റ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളുമെല്ലാം എന്തെങ്കിലും ഫംഗസോ വൈറസോ ബാക്ടീരിയകളോ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ അണുവിമുക്തമാക്കാനായിട്ട് ഓക്കെ, ഇതാണ് ഓട്ടോക്ലേവ് മെഷീൻ ആണ് ഉപയോഗിക്കുന്നത്. എന്താണെന്ന് നോക്കാം. An autoclave is a mechanical device that uses a high temperature steam and pressure to destroy microorganisms such as bacteria, virus, fungus and spores on items that are put inside its pressure vessel. അതായത് നമുക്കറിയാം, അതിൽ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ ഹൈ ടെമ്പറേച്ചർ, നല്ല ചൂടുള്ള ആവി കൊണ്ട് അതിലുള്ള അണുക്കളെ നശിപ്പിക്കാൻ തക്ക വിധത്തിൽ അത്രയും മർദ്ദത്തില് തന്നെ എന്താണ് ആ ചൂടിന്റെ ആവി കൊണ്ട് തന്നെ അണുക്കൾ നശീകരണം നടത്തുന്നതാണ് സാധാരണയായിട്ട് ഓട്ടോക്ലേവ് മെഷീൻ കൊണ്ട് ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് ബാക്ടീരിയകളും വൈറസുകളും ഫംഗസുകളും അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ ബീജങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നശിപ്പിച്ച് അല്ലെങ്കിൽ മലിനീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓട്ടോക്ലേവ് സ്റ്റെറിലൈസേഷൻ എന്ന മെഷീൻ ഉപയോഗിക്കുന്നത്. Autoclaves are commonly used as steam sterilizers in healthcare, laboratory, food and pharmaceutical industries as steam sterilizers. അതായത് ആവി അല്ലെ, ആവിയില് നശീകരണം നടത്തുന്ന ഒരു പ്രവർത്തനമാണ് ഓട്ടോക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണയായിട്ട് എവിടേക്ക് നമ്മൾ ഹെൽത്ത് കെയർ വിഭാഗങ്ങളിൽ, ആരോഗ്യ പ്രവർത്തന മേഖലകളിൽ, ലബോറട്ടറികളിൽ അല്ലെങ്കിൽ ഫുഡ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലെല്ലാം തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, അതായത് മരുന്നുമായി ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം ഈ ഓട്ടോക്ലേവ് സ്റ്റെറിലൈസേഷനാണ് അണുക്കളെ നശിപ്പിക്കാനായിട്ട് ഉപയോഗപ്രദമായിട്ടുള്ള മെഷീനുകൾ. ജസ്റ്റ് വായിച്ചു നോക്കാം ഓട്ടോക്ലേവ് എന്താണ്. ഓക്കെ, ഓട്ടോക്ലേവ് എന്താന്നുള്ളത് ക്ലിയർ ആയോ? ഇൻക്യുബേറ്ററിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തറിയാം? ഇൻക്യുബേറ്റർ എന്തിനാണ് യൂസ് ചെയ്യാറ്? ഇൻഫന്റ് ഓക്കെ, ശിശു വിവാഹ മേഖലകളിലാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഇൻക്യുബേറ്റർ യൂസ് ചെയ്യുന്നത്. ലോ വെയിറ്റ് ഉണ്ടോ അല്ലെ, ബർത്തുമായി ബന്ധപ്പെട്ട് ന്യൂബോൺ ബേബിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇൻക്യുബേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഓക്കെ, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്, ക്ലിയർ ആണ്. അപ്പൊ അതിന് പൊതുവെ മാർക്കറ്റിംഗ് എന്റെ ടോപ്പിക് അല്ല, അത് മിസ് നിങ്ങൾക്ക് എന്തായാലും നെക്സ്റ്റ് അവേഴ്സുകളൊക്കെ ഉണ്ട്. ഈ ആഴ്ചകളിലൊക്കെ പീരീഡുകൾ ഉണ്ടല്ലേ, ഓരോ ടീച്ചേഴ്സ് അവരുടെ അവേഴ്സ് ഒക്കെ വരും. അപ്പോ ഇന്നിപ്പോ ഇല്ല എങ്കിൽ കൂടി നെക്സ്റ്റ് അവറുകളിലെല്ലാം അവരുടെ ടീച്ചേഴ്സുകൾ വരുന്നതായിരിക്കും. അപ്പൊ ഇത് തീർക്കാനുള്ളത് കൊണ്ടാണ് എനിക്ക് അലോട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. എന്തായാലും ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് തീർക്കാനുള്ള, ഞാൻ തുടങ്ങി വെച്ച കാരണം ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഇത് കിട്ടിയത് കൊണ്ടാണ് ഞാൻ വന്നത്. എന്തായാലും എന്റെ ടോപ്പിക്ക് ഇന്നത്തോടുകൂടി നമുക്ക് പ്രത്യേകിച്ച് ടോപ്പിക് ഒന്നും എടുക്കാനില്ല. ടീച്ചേഴ്സ് അവരവരുടെ അവേഴ്സുകൾ കയറും.
അപ്പൊ നിങ്ങൾക്ക് അവരവരുടെ എന്താ പറയുക അവരുടെ ടീച്ചേഴ്സ് എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ക്ലിയർ ഔട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് 2-3 ചാപ്റ്റേഴ്സ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്റെ അവർ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാനതൊന്ന് കൺഫേം അല്ലെ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ക്ലിയർ ഔട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇൻക്യുബേറ്ററിന്റെ ഉപയോഗം സാധാരണയായിട്ട് നിങ്ങൾ പറഞ്ഞ മാറ്റേഴ്സ് തന്നെയാണ് കുട്ടികളുടെ അല്ലെ ജനനവുമായി ബന്ധപ്പെട്ട് അവര് പ്രീമേച്ചർ ആയിട്ടുള്ള കുട്ടികൾ മാസത്തെ വ്യാധി വരുന്ന കുട്ടികൾക്ക് അവരുടെ എന്താണ് ഗ്രോത്ത് ഡെവലപ്മെന്റ് അതായത് വളർച്ച അത് പ്രാപിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവര് പ്രധാനമായിട്ടും ഇൻക്യുബേറ്ററിൽ തന്നെയായിരിക്കും വളർച്ച നേടുന്നത് വരേക്കും ആ മെഷീന്റെ സഹായത്തോടു കൂടിയിട്ടാണ് അവരെ കൈകാര്യം ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ട് അറ്റ്മോസ്ഫിയറിലേക്കൊക്കെ അല്ലെ നമ്മുടെ ചുറ്റുപാട് എൻവയൺമെന്റിലേക്കൊന്നും അവർക്ക് അതിജീവിക്കാനുള്ള ആ ഒരു ശേഷി ആയിട്ടുണ്ടാവില്ല. അവരുടെയൊക്കെ വളർച്ച വരുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് സുരക്ഷിതമായിട്ട് അവരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഇൻക്യുബേറ്റർ. An infant incubator is a small equipment commonly used in a pediatric hospital. സാധാരണയായിട്ട് കുട്ടികളുടെ ഹോസ്പിറ്റൽ അല്ലെ കുട്ടികളുടെ വാർഡുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടാണ് ഇൻക്യുബേറ്റർ മെഷീൻ ഉണ്ടാവുക. ബർത്തിങ് സെന്റേഴ്സ് ആൻഡ് നിയോനെറ്റൽ അതായത് അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ എന്താണ് പ്രധാനമായിട്ടും പറഞ്ഞത് കുട്ടികളുടെ നവജാത ശിശുക്കൾ അതാണ് നിയോൺടെൽ എന്ന് പറയുന്നത്. നിയോൺടെൽ എന്ന് പറയുന്നത് ന്യൂനാർട്ടൽ എന്ന് പറയുന്നത് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ നവജാത ശിശുക്കളുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലാണ് ഇൻക്യുബേറ്റർ മെഷീൻ യൂസ് ചെയ്യുന്നത്. പോസിബിളി ദ മോസ്റ്റ് അപ്പാരന്റ് ഫങ്ഷൻ ഓഫ് ആൻ ഇൻഫന്റ് ഇൻക്യുബേറ്റർ ഈസ് ടു സേഫ്ഗാർഡ് ആൻ ഇൻഫന്റ് ഡ്യൂറിംഗ് ദ ഏർലിയസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ്. അതായത് കുട്ടികളുടെ നേരത്തെയുള്ള സ്റ്റേജിൽ ജീവൻ അല്ലെ ജനിക്കുമ്പോൾ തന്നെ നാളെയന്മന്ത് ആവുന്നതിനൊക്കെ മുമ്പ് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ വളർച്ച പ്രാപിക്കുന്നത് വരെ ആണ് സാധാരണയായിട്ട് ഇൻക്യുബേറ്റർ. ചിലപ്പോൾ നമുക്കറിയാം ചില നേരത്തെ ജനിച്ച ശിശുക്കൾക്കും അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് ഡോക്ടേഴ്സിന് അല്ലെ മറ്റുള്ള എന്താണ് നമ്മുടെ ചുറ്റുപാടുമായിട്ട് അന്തരീക്ഷത്തോട് പൊരുത്തപ്പെട്ട് പോകാനുള്ള ഇമ്മ്യൂണിറ്റി പവറൊക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് എന്താണ് 1-2 ദിവസമൊക്കെ ഇൻക്യുബേറ്ററിലൊക്കെ ട്രീറ്റ് ചെയ്തതിന് ശേഷം അല്ലെ ഒബ്സർവേഷൻ നടത്തിയതിനു ശേഷം അമ്മയോടൊപ്പം തന്നെ പ്രകൃതിയോട് ഇണങ്ങിച്ചേരാനായിട്ട് തയ്യാറാകും. അത് കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയും കൂടി നോക്കിയിട്ടാണ് ഇൻക്യുബേറ്റർ വേണോ വേണ്ടേ എന്ന് സാധാരണയായിട്ട് തീരുമാനിക്കുന്നത്. പ്രധാനമായിട്ടും എന്താണ് നേരത്തെ പ്രീവിയസ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്തായാലും ഡെവലപ്മെന്റ് സ്റ്റേജ് വരേക്കുമാണ് സാധാരണ ഇൻക്യുബേറ്റർ മെഷീൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഒക്കെയാണോ വായിച്ചോ? ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് നോക്കാം. മെഡിക്കൽ റെഫ്രിജറേറ്റർ. എന്താണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ? അല്ലെ നമ്മൾ അതിൽ കാണുന്ന മദർ ഫ്രിഡ്ജിന്റെ സൊല്യൂഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. എന്തിനു വേണ്ടിയിട്ട് സാധാരണ മെഡിക്കൽ റെഫ്രിജറേറ്റർ ഒക്കെ നിങ്ങൾ പ്രൈമറി തലത്തിൽ എന്താണ് പറയുന്നത് നമ്മളുടെ വാക്സിൻ കൊടുക്കൂലേ കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ ഓട്ടോക്ലേവ് നിങ്ങൾ കേട്ടില്ല, ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്. ഓക്കെ, മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് സാധാരണയായിട്ട് വാക്സിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ മെഡിക്കൽ റെഫ്രിജറേറ്റർ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ തന്നെ അത് റെസ്പോണ്ട് ചെയ്തു. അത് തന്നെയാണ് ഇന്നത്തെ പറയുന്നത്. മെഡിക്കൽ റെഫ്രിജറേറ്റേഴ്സ് ആർ particularly designed to meet the required temperature demands for safe vaccine storage. അതായത് നമുക്കറിയാം കുട്ടികൾക്കൊക്കെ അല്ലെ 6 month അല്ലെങ്കിൽ 12 month എന്താ പറയുക 1.5 വയസ്സിന്റെ ഇഞ്ചക്ഷൻ ഒക്കെ വാക്സിൻസ് ഒക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ ഇപ്പൊ പ്രാഥമിക തലത്തിലൊക്കെ കൊടുക്കാനായിട്ട് വരുമ്പോൾ ഡോക്ടർ അല്ലെ അവർ പറയുന്നത് കൃത്യസമയത്ത് തന്നെ അവർക്ക് വരണം. കാരണം ആ ടൈമിനുള്ളിലാണ് ആ വാക്സിൻസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ റെഫ്രിജറേറ്ററിൽ നിന്ന് എടുത്ത് അവർക്ക് കൈകാര്യം ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അത് ആ സമയത്തിന് ചെന്ന് കൈകാര്യം ചെയ്തിരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതിന്റെ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അത് തന്നെയാണ് എന്താണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ. ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ വാക്സിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. അതിലിപ്പോ കണ്ടോ അതില് ഇതുകളുണ്ട്, റാക്കുകളൊക്കെ ഉണ്ട്. കൃത്യമായിട്ടുള്ള റാക്കുകളിലൊക്കെ
കൃത്യമായ അളവിൽ തന്നെ വാക്സിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. വിത്ത് ടെമ്പറേച്ചർ റേഞ്ചസ് ബിറ്റ്വീൻ 35 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 46 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പൊ അത്രയും ഡിഗ്രി സെൽഷ്യസിൽ തന്നെ അത് കീപ്പ് ചെയ്ത് വെക്കാൻ, സൂക്ഷിച്ചു വെക്കാനായിട്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ ചില മെഡിസിൻസ് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോഴാണെങ്കിലും അതില് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകും അല്ലെ. ഫ്രിഡ്ജിൽ നമ്മൾ ഫ്രീസറിൽ കീപ്പ് ചെയ്യേണ്ട മെഡിസിൻസ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാകും. അത് ഫ്രിഡ്ജിൽ യൂസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. കാരണം അതിന്റെ ആ ഒരു കപ്പാസിറ്റി കണ്ടിന്യൂ കിട്ടണമെങ്കിൽ, അതിന്റെ ആ ഒരു ഗുണം കിട്ടണമെങ്കിൽ അത് അവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ദീസ് മെഡിക്കൽ റെഫ്രിജറേറ്റേഴ്സ് വിൽ സെക്യൂർലി സ്റ്റോർ ചെയ്യ വൈഡ് റേഞ്ച്, ഒരുപാട് അളവിൽ തന്നെ ഇത്തരത്തിലുള്ള മെഡിക്കൽ റെഫ്രിജറേറ്റേഴ്സിലെ വാക്സിൻസ് ഒക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ഡിഗ്രി സെൽഷ്യസിൽ തന്നെ അത് ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ജസ്റ്റ് വായിക്കാം മെഡിക്കൽ റെഫ്രിജറേറ്റർ എന്താണെന്നുള്ളത്. ഓക്കെ അല്ലേ? ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വാക്കർ. ഓക്കെ, വാക്കർ എന്ന് പറയുമ്പോൾ എന്താണ് വാക്കർ? ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യണേ. വാക്കർ ഓർ വാക്കിംഗ് ഫ്രെയിം ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ elderly and disabled for disabled elderly people who require extra support to maintain balance or stability while they walk. അപ്പോ ഇതിലെന്താണ് പ്രധാനമായിട്ട് പറയുന്നത്? ഓക്കെ, ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് വിവരിക്കാം കേട്ടോ. അപ്പൊ വാക്കർ എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായിട്ടും ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു സ്പെഷ്യലി ഒരു വാക്കിംഗ് ഫ്രെയിം ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് നടക്കാനായിട്ട് എൽഡർലി എന്ന് പറഞ്ഞ പ്രായമാധിക്യമുള്ള വ്യക്തികൾക്ക് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള എന്തെങ്കിലും അംഗവൈകല്യങ്ങളൊക്കെ സംഭവിച്ച വ്യക്തികൾക്ക് എന്താണ് ഇതിന്റെ ഈ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോട് കൂടിയിട്ട് നടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പ്രധാനമായിട്ട് എന്താണ് ഒരു സപ്പോർട്ട് അല്ലെ, നമ്മുടെ ബാലൻസ് കൈകാര്യം ചെയ്ത് ഇൻ കേസ് ഹെവി വെയിറ്റ് ഒക്കെ ഉള്ളവർക്ക് അത് കൈകാര്യം ചെയ്യാനായിട്ട്, അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നമ്മൾ സാധാരണയായിട്ട് വാക്കർ ഉപയോഗിക്കാറുണ്ട്. വാക്കർ ഓർ വാക്കിംഗ് ഫ്രെയിം ഈസ് ഇൻസ്ട്രുമെന്റ് ഫോർ എൽഡർലി ആൻഡ് ഡിസേബിൾഡ് എൽഡർലി പീപ്പിൾ, അതായത് അംഗവൈകല്യമുള്ള പ്രായാധിക്യമുള്ള ജനങ്ങൾക്കും റിക്വയർ എക്സ്ട്രാ സപ്പോർട്ട് ടു മെയിൻറ്റെയിൻ ബാലൻസ്, അവർക്ക് എക്സ്ട്രാ അല്ലെ പുറത്തുനിന്നുകൂടിയുള്ള ഒരു സപ്പോർട്ട് കൂടി മാത്രമേ അവർക്ക് നടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് വാക്കിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്, വാക്കർ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ട്രക്കിയോസ്റ്റമി, നെക്സ്റ്റ് മെഷീന്റെ പേരാണ് ട്രക്കിയോസ്റ്റമി. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല, എന്തായാലും നോക്കാം. ദിസ് സർജിക്കൽ പ്രൊസീജിയർ കൺസിസ്റ്റ് ഓഫ് മേക്കിംഗ് ആൻ ഇൻസിഷൻ ഓഫ് ദ anterior aspect of the neck and opening a direct airway through an incision in the trachea. അതായത് നമ്മൾ സാധാരണയായിട്ട് എന്താണ് ട്രക്കിയോസ്റ്റമി എന്ന ഒരു ഇത്, അതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. അതായത് നമ്മളൊരു ഓപ്പൺ സർജറി പോലെ തന്നെ ഒരു തൊണ്ടയിൽ അല്ലെങ്കിൽ കഴുത്തിലൊരു പ്രൊസീജിയർ ആണ്. തുറന്ന് നമ്മുടെ എയർവേ തുറന്ന് കൊടുക്കുക. നമുക്കറിയാം ചില ക്യാൻസർ പേഷ്യൻസിനൊക്കെ വായുവിലൂടെ ഭക്ഷണം അല്ലെ നാക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഫുഡും എന്താണ് മെഡിസിൻസും അതല്ലെങ്കിൽ വായുവൊക്കെ സാധാരണ രീതിയിൽ എടുക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഓപ്പൺ ആയിട്ട് തന്നെ ഓക്കെ കൊടുക്കുന്നതാണ് സാധാരണയായിട്ട്. അപ്പൊ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓപ്പൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇത്. സാധാരണയായിട്ട് ദിസ് സർജിക്കൽ പ്രൊസീജിയർ കൺസിസ്റ്റ് ഓഫ് മേക്കിംഗ് ആൻ ഇൻസിഷൻ അല്ലെ, ഒരു ചെറിയ ദ്വാരത്തിലൂടെ ഇന്റീരിയർ ആസ്പെക്ട് ഓഫ് ദ നെക്ക് കഴുത്തിലൂടെയാണ് ഓപ്പൺ ആയിട്ട് എയർവേ കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു ചെറിയ സുഷിരത്തിലൂടെ ഇങ്ങനെ ട്രക്കിയിലേക്കൊക്കെ നമുക്ക് അറിയാത്ത തൊണ്ടയിലേക്കൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായാൽ അത് കൃത്യമായിട്ട് തന്നെ ആ ഉള്ള പേഷ്യൻസിന് മെഡിസിൻസും ഭക്ഷണങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ട് തന്നെ
കഴുത്തിനോട് ചേർന്ന് ചെയ്യുന്ന ഒരു ചെറിയൊരു സൂക്ഷിഷൻ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ ആണ് എന്തെന്ന് പറയുന്നത് ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത്. ഓക്കെ, അത് ചില പേഷ്യൻസിന് നമ്മൾ പ്രായാധികവുമുള്ള പേഷ്യൻസിനും അങ്ങനെ കണ്ടിട്ടുണ്ടാവാം. ട്രക്കിയ എന്ന് പറഞ്ഞ ശ്വസനനാളത്തിന്റെ ഒരു പൊക്കൽ ഇതാണ്. അപ്പൊ നമ്മൾക്ക് സാധാരണ രീതിയിൽ ഈ ഒരു ഇത് നമുക്ക് കാര്യം എന്താണ്, ഓപ്പൺ ആയിട്ട് തന്നെ നെക്കിലിന്റെ ആ ഭാഗത്ത് തന്നെയാണ് അവര് ആ സുഷിരം ഇട്ടിട്ട് ഓപ്പൺ ആയിട്ട് എയർവേ കടത്തി പോവാനായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. ആ ഒരു സർജിക്കൽ പ്രൊസീജിയറിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത് ട്രക്കിയോസ്റ്റമി എന്ന്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഇപ്പോ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. എന്താണ് ട്രക്കിയോസ്റ്റമി എന്നുള്ളത് കിട്ടി. അപ്പൊ ട്രക്കിയ എന്ന് പറയുമ്പോൾ അല്ലെ ശ്വസനനാളത്തിലേക്ക് ഉള്ള സുഷിരത്തിലൂടെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, നമുക്ക് ക്രച്ചസിലേക്ക് നോക്കാം. ക്രച്ചസ് എന്താണ്? അതായത് ക്രച്ചസിന്റെ ഒരു മലയാളം എക്സാക്ട് മീനിങ് പറയുന്നത് ഊന്നുവടി. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അല്ലെ ക്രച്ചസ് എന്ന് പറഞ്ഞത് എന്താണുള്ളത്. ഊന്നുവടി. Crutches are a kind of a walking aid that help to enhance the size of an individual's base of support. അതായത് നമുക്ക് അല്ലെ നമുക്ക് നമ്മുടെ കാലിന്റെ സഹായത്തോടു കൂടിയിട്ട് മാത്രം നടക്കാനായിട്ട് പറ്റാതെ വരുമ്പോഴാണ് ഊന്നുവടിയുടെ ഹെൽപ്പ് വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ചിലപ്പോ ഒരു പക്ഷെ വെയിറ്റ് കൂടുതൽ കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ കാലിന്റെ ഡിസീസ് കൊണ്ട് അല്ലെ എന്തെങ്കിലും മാറ്റേഴ്സ് കൊണ്ടായിരിക്കാം ഈ ഊന്നുവടികളുടെ ആവശ്യകത വരുന്നത്. അത് വെച്ച് വരുമ്പോഴേ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് നടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത് ചിലപ്പോൾ നമുക്ക് ഉപയോഗം അല്ലെ മിക്കവാറും എല്ലാവരും കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ചിലരുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതെന്താണെന്ന് മനസ്സിലാവാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും അല്ലെ. ചിലർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഇപ്പൊ ട്രക്കിയോസ്റ്റമി എന്നൊക്കെ പറയുമ്പോൾ ഇത് എന്താണ് ചെയ്തിരിക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ടാവും. ഇതെന്ത് സംഭവം എന്നൊക്കെ ചിലർക്ക് അല്ലെ ചില കാര്യങ്ങളെല്ലാം അപ്പൊ അതിൽ നിന്ന് ഗ്രഹിക്കാൻ സാധിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്കും ഇതിനെ കുറിച്ചിട്ട് ചിലപ്പോൾ നമ്മളും ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ വേണ്ടി വരുമ്പോൾ ഇതിന്റെയൊക്കെ ഉപയോഗം ഉൾക്കൊള്ളുന്നവരുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ മെഷീൻസും ഞാൻ പതിയെ എടുത്തത് എക്സാമിന് വേണ്ടി മാത്രമല്ല ഭാവിയിലേക്കും കൂടി ആവശ്യകതയുള്ള കാര്യമായതുകൊണ്ട് ചില പോർഷൻസ് ഒക്കെ നിങ്ങൾ എന്താ പറയാ ഇന്റർവ്യൂ ബേസ് ചെയ്തോ എക്സാമിന് വിലയിരുത്താനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ കൂടി ഇത് എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി കൂടി അഡ്വാൻസ് ആയിട്ട് നിങ്ങളെല്ലാം തന്നെ എല്ലാ മെഷീൻസും തന്നെ മനസ്സിലാക്കി തന്നെ വയ്ക്കുക. അതിന്റെ ഉപയോഗവും പേരുകളും. അപ്പൊ ക്രച്ചസ് എന്ന് പറയുമ്പോൾ എന്താണ് ഊന്നുവടികളാണ്. അത് നമുക്ക് ബാലൻസ് ചെയ്ത് നടക്കാൻ നമ്മുടെ ഒരു സപ്പോർട്ടീവ് ആയിട്ട് അല്ലെ നമുക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വ്യത്യസ്ത തരത്തിലുള്ള ക്രച്ചസുകളുണ്ട്. They carry weight from the legs to the upper body and are many a time used by people who are unable to their legs to support their weight. അതിന് സ്വന്തമായിട്ടുള്ള വെയിറ്റ് താങ്ങാൻ പറ്റാതെ അവർക്ക് നടക്കേണ്ടിക്ക് വരുന്ന അവസ്ഥകൾ വരുമ്പോഴാണ് ഈ ക്രച്ചസിന്റെ ഉപയോഗം വരുന്നത്. ഷോർട്ട് ടേം ഇഞ്ചുറീസ് ടു ലോങ് ലാസ്റ്റിംഗ് ഡിസബിലിറ്റീസ് നീണ്ടു നിൽക്കുന്ന മൈക്രോവേഗിലും ഉള്ളവരും അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കുമ്പോഴൊക്കെ ക്രച്ചസിന്റെ ഉപയോഗങ്ങളുണ്ട്. ക്രച്ചസ് ആർ ഓഫ് 3 types: flexilial crutches, elbow crutches and gutter crutches. അതായത് 3 തരത്തിലുള്ള ക്രച്ചസുകളാണ് ഉള്ളത്. ഇതിന്റെ കീഴിൽ നമ്മൾ ഗട്ടർ ക്രച്ചസ് എന്ന് പറയുമ്പോൾ മുടന്തന്മാര് ഉപയോഗിക്കുന്ന ഒരു ഊന്നുവടിയാണ് ഗട്ടർ ക്രച്ചസ് എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ എൽബോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം മുട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ക്രച്ചസുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. ചിലപ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ കാലിനോട് ചേർന്ന് തന്നെ ഇത്തരമുള്ള ക്രച്ചസുകളൊക്കെ ചേർത്ത് വെച്ചിട്ടായിരിക്കും അവർ നടക്കുന്നത് പ്രവർത്തിക്കുന്നത്. കാരണം അവർക്ക് സ്വമേധയാ വലിയ പ്രശ്നമൊന്നുമില്ലാത്തതിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതല്ല എങ്കിൽ ഇവർക്ക് സ്ഥായിയായിട്ട് അല്ലെ നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. അവർക്ക് ഇതിന്റെ സപ്പോർട്ട് ആവശ്യമാണ്, ഈ ക്രച്ചസുകളുടെ സപ്പോർട്ടിനും. അതേമാതിരി തന്നെ എന്താണ് പെട്ടെന്ന് അല്ലെ പൊക്കങ്ങള് കുറവ് നമുക്ക് ചില ഉണ്ടാവും അല്ലെ ജന്മനാഥന്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആണ് ഓക്സിലിയറി ക്രച്ചസ് ഉപയോഗിക്കുന്നത്.
ഇപ്പൊ 3 തരത്തിലുള്ള ക്രച്ചസുകൾ ഉണ്ട്. auxiliary crutches, elbow crutches, then gutter crutches. Crutches എന്ന് പറയുന്നത് ഊന്നുവടിയാണെന്ന് ഒറ്റ മുതൽ മനസ്സിലാക്കി വെക്കുക. അതായത് നമുക്ക് സ്വമേധയാ നടക്കാൻ പറ്റാതെ വരുമ്പോൾ auxiliary എന്ന് പറയുമ്പോൾ അതായത് അടിയന്തര വലിപ്പം കുറവുകളൊക്കെ ഉണ്ടാവുമല്ലോ ചിലത് ചിലതൊക്കെ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. ജന്മനാ തന്നെ ചിലപ്പോൾ അംഗവൈകല്യങ്ങളുടെ അത് നോക്കുമ്പോൾ ചിലതിന് കുറവും ചിലതിന് നീക്കം കൂടുതലും അല്ലെങ്കിൽ ചിലത് രണ്ടും അല്ലെ വളരെ കുറവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് എന്താണ് auxiliary crutches യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ചിലപ്പോൾ സ്പെഷ്യലി എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ മുട്ടിന് തീരുമാനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴായിരിക്കും. അതല്ലെങ്കിൽ നമ്മള് അല്ലെ നമ്മൾ ഡ്യൂട്ടിയൊക്കെ നടക്കുന്ന സമയങ്ങളിലൊക്കെ ആയിരിക്കും ഗട്ടർ ക്രച്ചസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ക്രച്ചസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കും. ഗട്ടർ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ മുടന്ത് വരുന്ന വ്യക്തികൾക്കാണ് ഗട്ടർ ക്രച്ചസ് ഉപയോഗിക്കാറ്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ മീനിങ് മുടന്തന്മാരുടെ താങ്ങ് എന്നാണ് ഗട്ടർ ക്രച്ചസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ആക്ഷൻ നോക്കാം. വെച്ചോ, ഓക്കെയാണോ? നമുക്ക് നോക്കാം കാർഡിയക് മോണിറ്റർ. ഓക്കെ, കാർഡിയക് മോണിറ്റർ നമ്മൾ മിക്കപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. കാർഡിയക് മോണിറ്റർ is an equipment that exhibits the electrical and pressure waveforms of the cardiovascular system for measurement and treatment. അതായത് നമുക്കറിയാം നമ്മുടെ കാർഡിയോയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹേർട്ടിന്റെ ഞരമ്പുകളുടെ പ്രവർത്തനങ്ങളും അതിന്റെ പ്രഷറും അതായത് സമ്മർദ്ദങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതലാണോ കുറവാണോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാർഡിയാക് മോണിറ്റർ എന്ന മെഷീൻ ഉപയോഗിക്കുന്നത്. Parameters articulate to respiratory function can also be calculated. ചിലപ്പോൾ നമ്മുടെ ശ്വാസവുമായി ബന്ധപ്പെട്ട അല്ലെ തടസ്സവും ശ്വാസം മുട്ടും അവർക്ക് ഇതപ്പും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കൃത്യമായിട്ട് തന്നെ അതിനനുസരിച്ചിട്ട് ഓരോ ഇതിനനുസരിച്ചിട്ടുള്ള ഓപ്ഷൻ അനുസരിച്ചിട്ട് തന്നെ പാരാമീറ്റേഴ്സ് particular to respiratory function can also be calculated. ഇതിനകത്ത് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും. It is mostly commonly used in emergency rooms and critical care areas to observe post-operative patients with the critical electrolyte imbalance and other unstable patients. അത് നമ്മൾ സാധാരണയായിട്ട് ഈ കാർഡിയോക് മോണിറ്റർ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാറ്? പെട്ടെന്ന് ക്രിട്ടിക്കലി ആയിട്ട് അല്ലെ എന്ന് പറഞ്ഞ ഒരു സൗണ്ടൊക്കെ കാണിച്ചത് മോണിറ്റർ ചെയ്ത് കാണിക്കും അല്ലെ, രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ എന്താണ് എമർജൻസി റൂമുകളിലോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ റൂമുകളിലൊക്കെയാണ് നിരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പൊതുവെ പേഷ്യൻസിനോടൊപ്പം ഈ കാർഡിയാക് മോണിറ്റർ യൂസ് ചെയ്യുന്നത്. ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും അല്ലെ അസന്തുലിതാവസ്ഥ വരികയാണ് എന്ന് ഡോക്ടർക്ക് മനസ്സിലാക്കുകയാണ്. അവരുടെ ആ ഒരു പ്രവർത്തനത്തിൽ അല്ലെ സ്പന്ദനത്തിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ ഉണ്ട് എന്ന് ഡോക്ടർക്ക് മനസ്സിലാവുമ്പോഴാണ് സാധാരണയായിട്ട് കാർഡിയാക് മോണിറ്ററിന്റെ സഹായം ചെയ്യുന്നത്. ക്രിട്ടിക്കൽ ഇലക്ട്രോയിൽ ഇംബാലൻസ് അവരുടെ ചിലപ്പോഴൊക്കെ വലിയ കുഴപ്പമുണ്ടാവില്ല, ചിലപ്പോഴൊക്കെ അല്ലെ നമ്മള് കൂടുതലായിട്ട് തന്നെ കാർഡിന്റെ അതായത് ഹേർട്ടിന്റെ ഫങ്ഷൻസ് പ്രവർത്തിക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള നില അല്ലെ പേഷ്യന്റിന്റെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസ് ആവുക, അതായത് അസന്തുലിതാവസ്ഥയാവുന്ന അവസ്ഥയൊക്കെ വരികയാണെങ്കിലാണ് കാർഡിയാക് മോണിറ്റർ എന്ന മെഷീന്റെ സഹായം ഉണ്ടാകുന്നത്. അതനുസരിച്ചിട്ട് മോണിറ്ററിൽ തെളിഞ്ഞു വരുന്നത് അനുസരിച്ചിട്ട് തന്നെ ഡോക്ടേഴ്സിന് എന്താണ് രോഗിക്ക് കൊടുക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് തന്നെ തീരുമാനിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. Cardiac monitor is an equipment that exhibits, അതായത് എക്സിബിറ്റ്സ് എന്ന് വെച്ചാൽ പ്രദർശിപ്പിക്കുന്നു the electrical and the pressure waveforms of the
കാർഡിയോവാസ്കുലർ സിസ്റ്റം ഫോർ മെഷർമെന്റ് ആൻഡ് ട്രീറ്റ്മെന്റ്. അത് എന്താണ് അല്ലെ നമ്മുടെ ഹേർട്ടിന്റെയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. ഓക്കെ, ഇലക്ട്രോ ഇംബാലൻസ് അതില് നമ്മള് കൃത്യമായിട്ട് തന്നെ അതിൽ കൃത്യമായിട്ട് തന്നെ കാണിക്കുകയാണ് ഇലക്ട്രോണിന്റെ ആ ഒരു, അതായത് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഇതുകൾ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥായിയായ അസ്ഥിരമായ അവസ്ഥയാണ് അത് കാണിച്ചിരുന്നത്. വ്യക്തിക്ക് സ്ഥിരമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി കാണിക്കുന്നില്ല, അതായത് സന്തുലിതാവസ്ഥ കാണിക്കുന്നില്ല. കൃത്യമായിട്ട് തന്നെയാണ് ഹേർട്ടിന്റെ പ്രവർത്തനമെങ്കിൽ കൃത്യമായിട്ട് തന്നെ അത് മോണിറ്റർ ചെയ്ത് കാണിക്കും അല്ലെ. അസ്ഥിരതാവസ്ഥയിലാണെങ്കിൽ എന്താണ് ചിലപ്പോ ഭയങ്കര പ്രിന്റ് ചെയ്ത് കാണിക്കും, കുറച്ചും കൂടി ആവുമ്പോൾ എന്താണ് വളരെ സ്ലോലി ചിലപ്പോ ആയിരിക്കും ആ ഗ്രാഫ് കാണിച്ചു തരുന്നത്. ആണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറയുന്നത്. അസന്തുലിതാവസ്ഥ കാണിക്കും, നിലനിൽപ്പ് ശരിയാവാതിരിക്കുക, സ്റ്റേബിൾ പേഷ്യൻസ്, സ്റ്റേബിൾ അല്ലാതെ സ്റ്റേബിൾ ആയിട്ട് നിലനിൽപ്പ് കൃത്യതയില്ലാതെ കാണിക്കുക. അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിനാണ് കാർഡിയക് മോണിറ്ററിന്റെ സേവനം ആവശ്യമായിട്ട് വരുന്നത്. ശരിക്കും ഇത് കാണിച്ചു തരുന്നത് തരംഗ രൂപേണയാണ് അല്ലെ. ഇതാണ് അവിടെ കൃത്യമായിട്ട് ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വേവ് ഫോംസ്, അതിന്റെ ആ തരംഗങ്ങളുടെ ആ ഒരു പ്രദർശനം കാണിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? വായിച്ചു നോക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് എക്യുപ്മെന്റ് എന്താന്ന് നോക്കാം. എന്താണ് ട്രാക്ഷൻ? ട്രാക്ഷൻ എന്ന് പറഞ്ഞത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാല്ലേ, ഒരു കാലൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കുറച്ച് സ്ട്രൈറ്റ് ഒക്കെ ആയിട്ട് കൂടിയൊക്കെ കിടക്കുന്ന കൈയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും അതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഒരു ട്രാക്ഷന്റെ മീനിങ്, മലയാള മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കട്ടി ചികിത്സ, അതായത് തൂക്കുകെട്ട ചികിത്സ എന്നൊക്കെ പറയുന്നത് തൂക്കിയെടുക്കുക, അതായത് കാലൊക്കെ ചിലപ്പോ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ വളം ചെരിവൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടി, ഷേപ്പുകൾക്ക് എന്തെങ്കിലും ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മറ്റേ ചിലപ്പോൾ ഒരു പക്ഷേ ഡിസ്കുമായി ബന്ധപ്പെട്ട അതൊക്കെ അസുഖങ്ങളൊക്കെ വരുന്നവർക്കൊക്കെ ഇത്തരത്തിലുള്ള ട്രാക്ഷന്റെ ആ ഒരു ചികിത്സാ രീതിയാണ് ഉപയോഗിക്കുന്നത്. അതിലെന്താ പറയുന്നത്? ട്രാക്ഷൻ ഈസ് എ സെറ്റ് ഓഫ് മെക്കാനിസംസ് to straighten broken bones or relieve pressure on the spine and bones. അതായത് നമ്മളുടെ ഡിസ്കുകൾക്കോ അല്ലെങ്കിൽ എല്ലുകൾക്ക് എന്തെങ്കിലും അല്ലെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒടിവോ ചതവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സ്ട്രെയിറ്റൻ ചെയ്യുക, അല്ലെങ്കിൽ യഥാസ്ഥാനത്തിലുള്ള ഡിസ്കുകളൊക്കെ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാക്ഷൻ എന്ന ട്രീറ്റ്മെന്റ് ഉണ്ടാകുന്നത്. There are mainly two types of tractions. രണ്ട് തരത്തിലുള്ള ട്രാക്ഷൻ ഉണ്ട്. സ്കിൻ ട്രാക്ഷൻ ആൻഡ് സ്കെൽറ്റൻ ട്രാക്ഷൻ. സ്കെൽറ്റൻ ട്രാക്ഷൻ, സ്കിൻ ട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ സ്കിന്നൊക്കെ നമുക്കറിയാം അതിന്റെ ഷേപ്പുകൾക്കാണല്ലോ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പൊ ഷേപ്പ് ഒക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അതനുസരിച്ചിട്ട് തന്നെ പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ എവിടെ വെക്കേണ്ട ആ പൊസിഷനിൽ തന്നെ കുറച്ച് നാളൊക്കെ വെച്ച് അല്ലെ അത് നിലനിർത്തി കൊണ്ടുവരാം. അതേമാതിരി തന്നെ സ്കെൽറ്റൻ ട്രാക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം സ്കൂപ്പൊക്കെ ഇട്ടൊക്കെ ആയിരിക്കും ചിലപ്പോ ചില ലെവല് അല്ലെ ചിലതൊക്കെ സ്ട്രീറ്റ് ചെയ്തൊക്കെ കൊണ്ടെടുത്ത് അതനുസരിച്ചിട്ട് തന്നെ കാലൊക്കെ പൊക്കി വെച്ചിട്ട് കാലം വെക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് കാലൊക്കെ പൊക്കി വെച്ചിട്ടാണ് അവർ ആ ട്രീറ്റ്മെന്റ് നടത്തുന്നത്. ഇങ്ങനെ വ്യത്യസ്ത തരത്തില് ഒന്ന് രണ്ട് തരത്തിലുള്ള ട്രാക്ഷൻ ഉണ്ട്. ഒന്ന് സ്കിൻ ട്രാക്ഷൻ ആൻഡ് സ്കെൽറ്റൻ ട്രാക്ഷൻ. Then they are utilized in orthopedic medicines. സാധാരണയായിട്ട് ഇത് ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഓർത്തോളജി വിഭാഗമാണ് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് നടത്തുന്നത്. ട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തൂക്കുകെട്ട ചികിത്സ അല്ലെ. എന്തായാലും വായിച്ചു നോക്കാം. ഏത് ഭാഗമാണ് മനസ്സിലാവാതെ വന്നു എന്ന് പറഞ്ഞത്? ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് മനസ്സിലായില്ല എന്ന് പറയാനുണ്ടായിരുന്നു. എന്തായാലും ഓട്ടോക്ലേവ് എല്ലായിടത്തും നിങ്ങൾ പഠിച്ചു പോയതാണ്.
എന്തായാലും ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞ സ്റ്റെറിലൈസേഷൻ നടത്തുന്നു പറയില്ല, അതായത് അണുവിമുക്തമാക്കുന്ന പ്രവർത്തനമാണ് ഓട്ടോക്ലേവ് മെഷീനിൽ സാധ്യമാകുന്നത്. ഓക്കെ, ഞാൻ ഓട്ടോക്ലേവ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഓട്ടോക്ലേവ് എന്നുള്ളത് എന്താണ്, സാധാരണ രീതിയിൽ നിങ്ങൾ നേരത്തെയുള്ള ക്ലാസ്സിൽ കണ്ടതാണ്. ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ, അതായത് അണുവിമുക്തമാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്, എന്തെങ്കിലും കത്തികളോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ, മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ത് തന്നെയാണെങ്കിലും അതില് എന്തെങ്കിലും അണുക്കളെ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ് ഓട്ടോക്ലേവ് മെഷീൻ എന്ന് പറയുന്നത്. അതെങ്ങനെ നശിപ്പിക്കുന്നത്, ഹൈ ടെമ്പറേച്ചർ സ്റ്റീം അല്ലെ, ഒരുപാട് നല്ല ചൂട് കൊടുത്തിട്ട് അതിന്റെ ആ ആവി കൊണ്ട് അണുക്കളെ നശിപ്പിച്ച് കളയാൻ പറ്റുന്ന തരത്തിലുള്ള പ്രഷറിലുള്ള ടെമ്പറേച്ചർ കൊടുത്തിട്ടാണ് ഈ ഓട്ടോക്ലേവ് മെഷീൻ പ്രവർത്തിക്കുന്നത്. അതുമൂലം അതിനെ പറ്റി പിടിച്ചിരിക്കുന്ന ബാക്ടീരിയകള്, വൈറസുകള്, ഫംഗസുകള്, അതിന്റെ സ്പോർസ് അതായത് ബീജങ്ങളെല്ലാം തന്നെ അണുവിമുക്തമാക്കിയിട്ട് നശിപ്പിച്ച് കളഞ്ഞിട്ടാണ് ആ ഒരു എക്യുപ്മെന്റ് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കി തരുന്നത്. എന്ന് പറയുന്ന ഓട്ടോക്ലേവ് ആർ കോമൺലി യൂസ്ഡ് ആസ് സ്റ്റീം സ്റ്റെറിലൈസർ ഇൻ ഹെൽത്ത് കെയർ. എവിടേക്കാണ് അത് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്, ആരോഗ്യ പ്രവർത്തന ഡിപ്പാർട്ട്മെന്റുകളില്, ലബോറട്ടറികളില്, അതേപോലെ തന്നെ ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രികളില്, അത്തരത്തിലുള്ള ഭക്ഷണം അല്ലെങ്കിൽ മരുന്നുമായി ബന്ധപ്പെട്ട വ്യവസായശാലകളിലെല്ലാം തന്നെ ഓട്ടോക്ലേവ് മെഷീൻ ഉപയോഗിക്കുന്നു. ആസ് സ്റ്റീം സ്റ്റെറിലൈസർ, അതൊരു ആവി അല്ലെ, ആവി കൊടുക്കുന്ന ഒരു അണുവിമുക്ത ഉപകരണമാണ് ഓട്ടോക്ലേവ് എന്നുള്ളത്. ക്ലിയർ ആയോ ഓട്ടോക്ലേവ് എന്താന്നുള്ളത്? ഓക്കെ ആയോ? ക്ലിയർ ആയോ? ആണ് വിഷയം. നമ്മള് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോ ഒന്ന് വീണ്ടും വ്യക്തത കിട്ടണമെങ്കിൽ ഓക്കെ എന്ന് പറയണം, അല്ലെങ്കിൽ നോ എന്ന് പറയണം. ഓക്കെ ആയോ ഓട്ടോക്ലേവ് എന്താന്നുള്ളത്? ഓക്കെ, ഇനിയുള്ളത് സെൻട്രിഫ്യൂജ്. അതെ, സെൻട്രിഫ്യൂജ് എന്ന് പറയുമ്പോൾ സെൻട്രിഫ്യൂജ് ഇസ് എ ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ഫ്ലൂയിഡ്സ്, ഗ്യാസ് ഓർ ലിക്വിഡ് ബേസ്ഡ് ഓൺ ഡെൻസിറ്റി. അതായത് നമുക്കറിയാം അതിന്റെ ഒരു നമ്മള് ലബോറട്ടറികളിലൊക്കെ ആണെങ്കിലും നമുക്ക് അതിന്റെ ആ ഒരു ട്യൂബില് അല്ലെ, നമ്മുടെ ഇതിൽ അനുസരിച്ചിട്ടുള്ള ഏത് തരത്തിലുള്ള ഇതിലാണോ ട്യൂബുകളിലാണോ നമ്മള് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മള് പരീക്ഷണ വിധേയമാക്കാനോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. അതിൽ കൃത്യമായിട്ടുള്ള ഡെൻസിറ്റിക്ക് അനുസരിച്ച് സെപ്പറേറ്റ് ചെയ്യാം. അതായത് നമ്മളിപ്പോ ബ്ലഡ് ആണെങ്കിലും യൂറിൻ ആണെങ്കിലും മറ്റെന്തെങ്കിലും ആണെങ്കിലും അതിൽ എന്തെങ്കിലും കണ്ടന്റുകളൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമായിട്ട് തന്നെ ക്ലിയർ ആക്കും. ഇപ്പൊ ഇൻ കേസ് മെഡിസിനിലാണെങ്കിലും എത്രത്തോളം കണ്ടന്റ് ഇന്ന ഭാഗമുണ്ട്, എത്രത്തോളം കണ്ടന്റ് ഇന്ന ഭാഗമുണ്ടെന്ന് കൃത്യമായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻട്രിഫ്യൂജ് എന്നുള്ള ഒരു മെഷീൻ ഉപയോഗിക്കും. അപ്പൊ സെൻട്രിഫ്യൂജിന്റെ ഉള്ളിൽ ആ പോർഷൻസിലെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മെഡിസിൻസും സംഭവങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ അത് ഹൈ സ്പീഡിൽ തന്നെ കറങ്ങുകയും അതിന്റെ ആ കറക്കത്തിന്റെ ആ ഒരു ആധിക്യം, ഹൈ സ്പീഡിന്റെ ആധിക്യം കൊണ്ട് എന്താണ് അതിന്റെ ഫോഴ്സ് കൊണ്ട് തന്നെ ഇതിൽ സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് കൂടുതൽ സാന്ദ്രത കൂടിയ പദാർത്ഥങ്ങളെല്ലാം താഴേക്ക് അടിഞ്ഞു കൂടിയിട്ട് കുറവുള്ളത് മുകളിലേക്ക് തെളിഞ്ഞു കാണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ഒരു ഇതിൽ തന്നെ ഉള്ള ഒരു ട്യൂബിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഒരു ബോട്ടിലുള്ള എത്തരത്തിലുള്ള ലിക്വിഡ് ആണോ ആ ലിക്വിഡില് കണ്ടന്റുകൾ വേർതിരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സെൻട്രിഫ്യൂജ് എന്ന ഒരു മെഷീൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും മെഷീന്റെ ഇതുകളുണ്ടോ, ഡൗട്ടുകളുണ്ടോ? എങ്ങനെ മെഷീൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ടോ? എന്തായാലും നിങ്ങൾക്ക് മെഷീൻ നിങ്ങൾ പഠിച്ചു പോയില്ലേ? എല്ലാം തന്നെ നിങ്ങളും പഠിച്ചു പോയില്ലേ? ഏതെടുത്ത് ചോദിച്ചാലും നിങ്ങൾ അതില് ക്ലിയർ അല്ലേ? മെഷീൻസ് ഒക്കെ എന്തായാലും മനസ്സിലാക്കി വെക്കുക. ഏതെങ്കിലുമൊക്കെ മെഷീൻസുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ആയിട്ട് ഞാൻ കാണാം. താങ്ക് യു.